Ramadan Pre Preparation video ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കിച്ചണിൽ കുറച്ച് നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഇത്രയും കാലമായിട്ട് ചെയ്തതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പം എന്തായാലും ആ ഒരു ടിപ്സൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്തവണത്തെ റമദാൻ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ റമദാനിന് നമ്മൾ ഫ്രൈസ് ഒക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആയിട്ട് റമദാന് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അതായത് ഡയറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ തവണത്തെ റമദാൻ വീഡിയോസ് കണ്ടവർക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ സ്നാക്സ് ഒക്കെ ഫ്രൈഡ് സ്നാക്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഫുഡൊക്കെയാണ് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണയും കുറച്ചും കൂടെ നല്ലൊരു ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകണം വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ റമദാനിന് വർക്കൗട്ട് ഫുള്ളായിട്ട് നിർത്തി വെക്കലാണ്. അപ്പോൾ ഇത്തവണ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാത്തിലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടും. അപ്പം എല്ലാം ഒരുപോലെ തന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെ പോകണം വിചാരിക്കുന്നുണ്ട്. അപ്പം ഇത്തവണ ഞാൻ ഫിട്രീറ്റ് കപ്പിളിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യാൻ പോണത്. അപ്പം അവർ റമദാനിന് ഒരു ഡയറ്റ് പ്ലാന് സെയിൽ ചെയ്യുന്നുണ്ട്, 30 days ഡയറ്റ് പ്ലാന് കൊടുക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ ഒരു റെസിപ്പി ബുക്ക്ലെറ്റും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ ഒരുപാട് നല്ല റെസിപ്പീസ് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സും അതുപോലെ തന്നെ സാലഡ്സ്, പിന്നെ ജ്യൂസ്, അങ്ങനത്തെ ഒരുപാട് നല്ല റെസിപ്പീസൊക്കെ, വെറൈറ്റി റെസിപ്പീസൊക്കെ തന്നിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അതും തരുന്നുണ്ട്. കൂടെ നമുക്ക് കൺസൾട്ടേഷൻ ഉണ്ടാവും. ഡയറ്റീഷ്യൻ നമ്മളെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവർ നമുക്ക് എങ്ങനെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ്, അതായത് നോമ്പ് എങ്ങനെ കൊണ്ടുപോകാന്നുള്ള രീതിയിലുള്ള ഒരു കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു രീതിയിലുള്ള ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ വരും. നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഹെൽത്തി ആയിട്ട് എന്തായാലും നോമ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അത് നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ വീട്ടിലത്തോരും അതേ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു നോക്കുക. പറ്റുന്നതാണെങ്കിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ലേ. ഇത്തവണത്തെ റമദാൻ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റമദാൻ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് റമദാൻ മുബാറക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാനുണ്ട്. അപ്പം ഓരോന്നായിട്ട് നമുക്ക് കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇഞ്ചി നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടു. അതിൽ നല്ലോണം ചളി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് കുതിർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് ചളിയൊക്കെ കിട്ടും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയെടുക്കുകയാണ്. വെളുത്തുള്ളിയിലും നല്ല പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫംഗസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നല്ലോണം വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് അതിലുള്ള അലികളൊക്കെ ഒന്ന് അടർത്തി മാറ്റിയെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി അല്ലികളൊക്കെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഒന്നുകൂടെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം അതിൽ തന്നെ കുറേ തൊലിയൊക്കെ പോന്നു വിട്ടു കിട്ടും. അപ്പം നമുക്ക് തൊലി കളയാനും ഈസി ആയിരിക്കും ഇങ്ങനെ കഴുകിയെടുത്തിട്ട് തൊലി കളയുമ്പോൾ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കഴുകിയെടുക്കുന്നതും തൊലി കളയണതൊക്കെ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഏകദേശം ഈ ഒരു റമദാനിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊക്കെ അതൊക്കെ വ്യത്യാസം വരുമല്ലോ. ഓരോ ദിവസം സെയിം ഒരു ക്വാണ്ടിറ്റിയിലൊന്നും അല്ലല്ലോ എടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം കണക്ക് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം വെളുത്തുള്ളി ഒക്കെ തൊലി കളഞ്ഞതിന് ശേഷം അതിൽ ഇടയ്ക്കൊക്കെ തൊലി ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ട്രേയിലേക്ക് മാറ്റിയിട്ട്, ഇല്ലെങ്കിൽ പ്ലേറ്റോ എന്തായാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ട്രേയിലേക്കാണ് മാറ്റുന്നത്. എന്നിട്ട് നന്നായിട്ട് പരത്തി വെച്ചതിന് ശേഷം നമ്മൾ സ്ക്വയറായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ബാച്ച് ചതച്ചെടുത്തു. ഇനി നെക്സ്റ്റ് ബാച്ചും കൂടെ ചതച്ചെടുക്കട്ടെ.
ഇതാ വെളുത്തുള്ളി മുഴുവനായിട്ടും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പാച്ചില വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റൻ ചെയ്തതിന് ശേഷം ഇപ്പം തന്നെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രീസറിലൊന്ന് വെക്കുക. ഒരു 3/4 ഭാഗത്തോളം അത് ഫ്രീസ് ആവണ വരെ, അല്ലെങ്കിൽ ഒരു 1/2 ഭാഗത്തോളം ഒന്ന് ഫ്രീസ് ആവണ വരെ ഒന്ന് വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് എങ്ങനെയാണിത് ക്യൂബ്സ് ആക്കിയിട്ട് എടുക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞപ്പോഴേക്കും ഏകദേശം ഇതൊരു കുറച്ചൊന്ന് ഫ്രീസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു വരയിലൂടെ തന്നെ ഒന്നും കൂടെ കത്തി കൊണ്ട് ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു വെളുത്തുള്ളി നമുക്ക് ക്യൂബ്സ് ആയിട്ട് അടർത്തി മാറ്റിയെടുക്കാൻ കഴിയും കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് വേറൊരു ബോക്സിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതൊക്കെ ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയണത്. ഞാൻ മുണ്ടോർമ്പ് വീട്ടിൽ പോകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ക്യൂബ്സൊക്കെ ആക്കി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ കമൻസിൽ ചോദിക്കലുണ്ട് ചിലരൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ നോമ്പിന് ചെയ്യുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സംഭവങ്ങളൊക്കെ നോമ്പിനൊക്കെ ചെയ്ത് വെക്കലുള്ളൂ കേട്ടോ. നോമ്പിനാണല്ലോ നമുക്ക് എത്ര പണിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല പണിയുള്ള നല്ലോണം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ട് തന്നെ നല്ലോണം സമയം പോക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസമാണല്ലോ. അങ്ങനെ വെളുത്തുള്ളി നമ്മൾ ക്യൂബ്സൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കേണ്ട സമയത്ത് അതൊന്ന് ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ക്യൂബ്സായി അടർത്തി മാറ്റാൻ കഴിയും. അപ്പം ഇഞ്ചി ഇതുപോലെ തന്നെ ഈ ഒരു ട്രേയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഫ്ലാറ്റൻ ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചിയും ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഇതും ഒരു 3/4 ഭാഗത്തോളം ഫ്രീസ് ആവണവരെ വെച്ചിട്ട് എടുത്തിട്ട് നമുക്ക് ക്യൂബ്സ് ആക്കിയിട്ട് അടർത്തി മാറ്റാം. ഇനി നമുക്ക് സവാള ആവശ്യമുണ്ട്. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് റെഡിയാക്കി വെക്കേണ്ട കാര്യങ്ങൾക്കൊക്കെയാണ് ഫുഡ് പ്രോസസ്സർ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നല് കേട്ടോ. നമുക്കിങ്ങനെ കൈവച്ചിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ ചോപ്പ് ചെയ്തെടുക്കാനൊക്കെ. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റാൻഡമായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് നല്ലോണം ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് ചോപ്പ് ചെയ്ത് കിട്ടും കേട്ടോ. നല്ല ചെറുതായിട്ട് കിട്ടും. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യിലാണല്ലോ നമ്മൾ സാധാരണ തരിക്കഞ്ഞിയിലേക്ക് വറവിട്ട് ഒഴിക്കൽ. അപ്പം നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഒരു ചോപ്പ് ചെയ്തിട്ടുള്ള സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് കറിയും ഉപ്പേരിയൊക്കെ വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അത് മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതും വറവിട്ടെടുക്കുന്നുണ്ട്. ഇത് തരിക്കഞ്ഞിയിലേക്കുള്ള കാഷ്യൂം കിസ്മിസൊക്കെയാണ്. കാഷ്യൂ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കിസ്മിസ് അതുപോലെ കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പം ഇനി കാഷ്യൂം കിസ്മിസും കൂടെ നമ്മൾ തരിക്കഞ്ഞിയിലേക്കുള്ള സവാളയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് പച്ചമുളകും കൂടെ ചതച്ചെടുക്കണം. അപ്പം പച്ചമുളക് കഴുകി അതിൻ്റെ ഞെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഈ പച്ചമുളക് എന്തിനാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിനിടയിൽ ഇതാ നമ്മളുടെ കറിയിലേക്കും ഉപ്പേരിയിലേക്കൊക്കെ വറവിടാനുള്ള ഉള്ളിയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ നമ്മളുടെ തരിക്കഞ്ഞിയിലേക്കുള്ള വറവിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് കുറച്ച് വറ്റൽമുളകൊന്ന് കഴുകിയെടുക്കുകയാണ്. നമ്മളുടെ കറിയിലേക്കും ഉപ്പേരിയിലേക്കുള്ള വറവിടുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഈ പച്ചമുളക് ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പേരിയിലേക്കൊക്കെ പച്ചമുളക് ഇങ്ങനെ ചതച്ചിട്ടാണ് ഇടാറ്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ അത്താഴത്തിൻ്റെ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സമയം നല്ല തിരക്ക് പിടിച്ച സമയത്തായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യൂബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി അല്ലേ. അപ്പോൾ ഒരു ക്യൂബൊന്നും ചിലതിന് വേണ്ടി വരില്ല. അപ്പോൾ എന്തായാലും പച്ചമുളകും ഇതുപോലെ ക്യൂബാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒന്ന് ഫ്രീസായതിന് ശേഷം ഒന്നും കൂടെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ഇതിന്ന് അടർത്തി മാറ്റിയെടുക്കാം. അപ്പം എല്ലാം ഒന്ന് തണുക്കാൻ വെക്കട്ടെ. അപ്പോഴേക്കും ഇതാ പച്ചമുളക് സെറ്റായിട്ടുണ്ട്. അത് ഇങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് അതൊന്ന് അടർത്തി മാറ്റിയെടുക്കുന്നുണ്ട്. അത് എന്നിട്ട് ഈ ഒരു കണ്ടെയ്നർ ബോക്സിലേക്ക് മാറ്റുകയാണ്. ഇനി അടുത്തത് നമ്മൾ കറിയിലേക്കും അതുപോലെ തന്നെ തരിക്കഞ്ഞിയിലേക്കുള്ളതൊക്കെ വറവിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് തണുത്തതിന് ശേഷം ഈ ഒരു ഗ്ലാസ് ജാറുകളിലേക്കൊക്കെ ആയിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതാ നമ്മളൊക്കെ ടിന്നിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റിൽ എപ്പോഴും മറന്നു പോണ കാര്യമാണ്. എൻ്റെ കേസിൽ കേട്ടോ ഇപ്പോഴും വറവിടേണ്ട കാര്യം. അപ്പോൾ ലാസ്റ്റ് സമയമായിരിക്കും ഓർമ്മ വരിക. അപ്പോൾ ഇതൊന്നും ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അവിടെ റെഡിയായി. അപ്പോൾ അതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ടേസ്റ്റിന് ഡിഫറൻസോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. എനിക്കൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ആ ഒരു ഫ്രഷ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്തു വെക്കാനും നമുക്ക് നല്ലൊരു സമയം തന്നെ ആവശ്യമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഏകദേശം ഒരു മാസത്തിനുള്ള പോലെയാണ് ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു മാസത്തിൽ നമ്മൾ എത്ര സമയം ഈ ഒരു ഉള്ളി കട്ട് ചെയ്യാനും അതുപോലെ തന്നെ വറവിടാനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തായാലും അതിൻ്റെ ഒരു അടുത്ത സമയം വരുമല്ലോ നമ്മളിതൊക്കെ കൂടെ ഒരുമിച്ച് റെഡിയാക്കി എടുക്കുമ്പോഴും. പിന്നെ അത് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതൊക്കെ ഒരുമിച്ച് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്തോന്നല്ല, പല പല സമയങ്ങളിലായിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അത്രയ്ക്ക് സിമ്പിളൊന്നുമല്ല. നമ്മളെല്ലാം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇഞ്ചിയും ഇതുപോലെ അടർത്തി മാറ്റി ഒരു ബോക്സിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് റമദാൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.